ഹലോ, അസ്സലാമു അലൈക്കും. നബൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനെ കീറിയെടുത്തിട്ടതാണ്. പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പില, ചെറിയൊരു തക്കാളി, ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി മതിയെ, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ലിവറാണ്. കഴുകി വൃത്തിയാക്കി വെച്ച് ചെറിയ ഇതാക്കി അരിഞ്ഞ് വെച്ച ലിവറാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. കുക്കർ ചൂടായി വരുമ്പം അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം ഒരു തക്കാളി അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മല്ലിച്ചപ്പും കരിവേപ്പും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളകാണ്, ഞങ്ങളവിടെ ഉണ്ടായി തന്നെ കുരുമുളകാണ് കേട്ടോ, നല്ല എരിവുണ്ട്. അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഈ ലിവർ ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും മസാല ആവട്ടെ. ഇതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഉപ്പൊന്നാവട്ടെ കേട്ടോ. മസാലയും ഉപ്പൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 കയ്യിൽ കപ്പ് വെള്ളം, അത് മാത്രം അതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വേവിക്കുക. ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്നവരെ ഒന്ന് അടച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ ലിവർ ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കുക, വറവിട്ടെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇത് മാത്രം മതി, നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തതല്ലേ. പിന്നെ നമ്മൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.